السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 92-ാമത്തെ വചനമാണ് ഇന്നലെ ഇവിടെ വിശദീകരിച്ചത്. അടുത്ത ആയത്ത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളും മര്യാദകളും ആദ്യം മനസ്സിലാക്കുക. വഇദ് അഖദ്ന, വഇദ് അവിടെ വഇദ് അഖദ്ന ഈ രണ്ട് സ്ഥലത്തും ദാല് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഹ, ഇത് രണ്ട് ഉച്ചരിക്കുമ്പോൾ അതിന്റെ ഉച്ചാരണം പലപ്പോഴും തെറ്റിപ്പോകുന്ന രണ്ട് അക്ഷരങ്ങളാണ്. അത് തെറ്റാതെ ഓതുക. വഇദ് ദാല്, വഇദ് അതുപോലെ അത് ദാലല്ല, അതുകൊണ്ട് തന്നെ കൽക്കലത്തിന്റെ അക്ഷരമല്ല. ഇത് എന്ന് വെച്ചോതേണ്ടതില്ല, അഹദ്ന എന്നും അല്ല. വഇദ് അഖദ്ന
വഇദ് അഖദ്ന രണ്ട് സ്ഥലത്തും ദാലാണ്. ഖാനെ അല്പം കനപ്പിച്ച് ഉച്ചരിക്കുക. വഇദ് അഖദ്ന മീസാഖകും മീസാഖകും. പിന്നെ വരുന്നത് ഖാഫിന്റെ ഖാഫാണ്. അതുപോലെ സ, ഇത് രണ്ടും മീസാ അല്ല, സീനല്ല, മീസാ മീസാഖകും ഖ ഖ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ മീസാഖകും സുക്കൂനായ മീമാണ്. ആ മീമിന് ശേഷം വാവാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ ഒരിക്കലും മണിക്കാൻ പാടുള്ളതല്ല, അവിടെ ഇദ്ഹാർ ചെയ്യാണ് വേണ്ടത്. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمْ وَرَفَعْنَا مِيثَاقَكُمْ وَرَفَعْنَا രണ്ട് സ്ഥലത്തുള്ള മദ് അത് അസ്ലിയായ മദ്ദാണ്. അവിടെ കൂടുതൽ ദീർഘിപ്പിക്കാൻ പാടില്ല. ഒരൊറ്റ അക്ഷരത്തിന്റെ ദൈർഘ്യം, അല്ലെങ്കിൽ രണ്ടക്ഷരത്തിന്റെ സാധാരണ ഉള്ളതിനേക്കാളും ഒരക്ഷരം കൂട്ടുന്ന ദൈർഘ്യം മാത്രമേ അവിടെ പാടുള്ളൂ. وَإِذْ أَخَذْنَا مِيثَاقَكُمْ وَرَفَعْنَا فَوْقَكُمُ الطُّورَ. അവിടെ ഫൗഖക്കും 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 ഖാഫ് കാഫ് ഇത് രണ്ടും ഒരുമിച്ചാണ് വരുന്നത്, തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കണം. കാഫ് ഖാഫ് ആവാനും ഖാഫ് കാഫ് ആവാനും പാടുള്ളതല്ല. وَرَفَعْنَا فَوْقَكُمُ الطُّورَ. അവിടെ അത്തൂർ എന്നത് സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ വറഫഅന എന്ന് പറയുന്നത് പോലെയുള്ള ദൈർഘ്യമാണുള്ളത്. അവിടെ വറഫഅന ഫൗഖകും الطُّورَ وَرَفَعْنَا فَوْقَكُمُ الطُّورَ خُذُوا مَا. അങ്ങനെ വഖഫ് ചെയ്യാതെ പാരായണം ചെയ്യുകയാണെങ്കിൽ അപ്രകാരം തന്നെയാണ്. എന്നാൽ വഖഫ് ചെയ്യുമ്പോൾ അല്പം ദീർഘിച്ച് വഖഫ് ചെയ്യുക. وَرَفَعْنَا فَوْقَكُمُ الطُّورَ മദ് ആരിദ് നൽകുക. എന്നിട്ട് خُذُوا مَا آتَيْنَاكُمْ خُذُوا നേരത്തെ പറഞ്ഞതുപോലെ ഖ അതുപോലെ ദാല്. മാ ആതൈനാകും മാ എന്നത് ആ ദീർഘം അതിനുശേഷം പിന്നീട് ഹംസയാണ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ 4 ഹർക്കത്തോളം അതിനെ ദീർഘിപ്പിക്കുക. خُذُوا مَا آتَيْنَاكُمْ بِقُوَّةٍ وَاسْمَعُوا. അങ്ങനെയുള്ള മദ്ദിന് എന്താ പറയാ? അങ്ങനെയുള്ള മദ്ദിന് എന്താണ് പറയുക? മദ് മുൻഫസിലാണ് അല്ലേ? ആതൈനാകും ആതൈനാകും ആതൈനാകും. അവിടെ ആതൈനാ നൂനിന് ചെറിയ ദീർഘമുണ്ട്. ആതൈനക്കും എന്നല്ല. ഒരുപക്ഷെ മുസ്ഹഫിലുള്ള എഴുത്തിൽ ദീർഘം നേർക്കുനേരെ കാണില്ല. ആ ദീർഘം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നൂനിന്റെ മുകളിലൊരു കുത്തനെ ഉള്ള ഒരു വര നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവിടെ ആതൈനാകും ആതൈനാകും
ആതൈനാക്കും കും എന്നുള്ളിടത്ത് മീമിന് സുക്കൂനാണ്. ആ സുക്കൂനിന് ശേഷം ബാ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഉ. ആതൈനാകും ബിഖുവ്വത്തിൻ സുക്കൂന മീമിന് ശേഷം ബാ എന്ന അക്ഷരം വന്നാൽ സുക്കൂന മീമിന്റെ നിയമങ്ങളിൽ അവിടെ എന്താണ് നിയമമായിട്ട് വരുന്നത്? അവിടെ ഇഖ്ഫാഇന്റെ നിയമം അല്ലെ, ഇഖ്ഫാ ഷഫവി എന്ന് പറയുന്ന, അതായത് എങ്ങനെയാണ് ഓതുക? ആതൈനാകും ബി, ആതൈനാകും ബി, മണിച്ചുകൊണ്ട്, അല്പം മണിച്ചുകൊണ്ട് ആ മീമിനെ അല്പം അധികം വ്യക്തമാക്കാതെ, ആതൈനാകും എന്ന് അധികം വ്യക്തമാക്കാതെ ഓതുക. അപ്പോ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഉ, ബിഖുവ്വത്തിൻ വസ്മഉ, ബിഖുവ്വത്തിൻ വാവിന് ഷദ്ദുണ്ട്, ബിഖുവ്വത്തിൻ വ, ബിഖുവ്വത്തിൻ വ, ബിഖുവ്വത്തിൻ വ. അവിടെ നിയമം എന്താണ്? ബിഖുവ്വത്തിൻ, തൻവീനു ശേഷം വാവാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇദ്ഗാം ബിഗുന്നയാണ്. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഉ. قالوا سمعنا وعصينا، قالوا سمعنا وعصينا. قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم، وأشربوا في قلوبهم العجل بكفرهم. وأشربوا ഇവിടെ ദീർഘം അധികം ദീർഘിപ്പിക്കാൻ പാടില്ല. വഉശ്രിബൂ എന്നധികം നീട്ടാൻ പാടില്ല. വഉശ്രിബൂ ഫീ, അവിടൊക്കെ ഒരേ ദീർഘമാണ്. വഉശ്രിബൂ ഫീ ഖുലൂബിഹിം, وأشربوا في قلوبهم العجل بكفرهم. عجل ജീമിന് സുക്കൂനാണ്. അവിടെ കൽക്കലത്തിന്റെ അക്ഷരമായതുകൊണ്ട് അതിനെ ശരിക്കും വ്യക്തമായി എടുത്തുച്ചരിക്കണം. في قلوبهم العجل بكفرهم، بكفرهم, അവിടെ ബികുഫ്രിഹിം എന്നല്ല, ബികുഫ്രിഹിം. وأشربوا في قلوبهم العجل بكفرهم. قل بئس ما يأمركم به إيمانكم. قل بئس ما همزة سكونان. بئس ما يأمركم, يأمركم വീണ്ടും ഹംസക്ക് സുക്കൂന് വരുന്നു. യഅ്മുറുക്കും സുക്കൂനായ മീമിന് ശേഷം ബാ, നേരത്തെ പറഞ്ഞതുപോലെ ആതൈനാകും ബിഖുവ്വ എന്ന് പറഞ്ഞതുപോലെ യഅ്മുറുക്കും ബിഹി, സുക്കൂനായ മീമിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ
ഇഖ്ഫാന്റെ നിയമമാണ് അല്ലെ. അപ്പോ യഅ്മുറുകും ബിഹി ഈമാനുകും ബിഹി, അവിടെ ബിഹി എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു മദ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുസ്ഹഫിൽ. കാരണം അതിനുശേഷം ഹംസയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മദ് മുൻഫസിലാണ്. യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാനുക്കും അവിടെ സുക്കൂനായ മീമിന് ശേഷം ഹംസയാണ്. അപ്പോ അവിടെ മണിക്കാൻ പാടുള്ളതല്ല, ഇദ്ഹാറിന്റെ നിയമം തന്നെയാണ്. ഈമാനുക്കും ഈമാനുക്കും ഇൻ കുൻതും അവിടെ രണ്ട് സ്ഥലത്ത് സുക്കൂനായ നൂനിന് ശേഷം കാഫ്, അതുപോലെ സുക്കൂനായ നൂനിന് ശേഷം ത, രണ്ട് സ്ഥലത്തും ഇഖ്ഫാന്റെ നിയമം തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യണം? ഇൻ കുൻതും എന്ന് മണിച്ച് ഓതണം. ഇൻ കുൻതും മുഅ്മിനീൻ. സുക്കൂനായ മീമിന് ശേഷം വീണ്ടും ഒരു മീമ് വന്നിട്ടുണ്ട്. എന്താണ് അവിടുത്തെ നിയമം? ഇദ്ഗാം മിസ്ലൈൻ അല്ലേ. അപ്പൊ അവിടെ അല്പം മണിച്ച് ഓതുക. ഇൻ കുൻതും മുഅ്മിനീൻ ചേർത്ത് ഒരു മീമ് മറ്റൊന്നിലേക്ക് ചേർത്ത് മണിച്ച് ഓതുക. ഇനി وإذ أخذنا وإذ أخذنا وإذ أخذنا നാം വാങ്ങിയ സന്ദർഭത്തെ ഓർക്കുക. നാം വാങ്ങിയ സന്ദർഭത്തെ ഓർക്കുക. മീസാഖക്കും നിങ്ങളുടെ ഉറപ്പിനെ. വറഫഅന നാം ഉയർത്തുകയും ചെയ്തു. ഫൗഖക്കും നിങ്ങളുടെ മീതെ. അത്തൂറ പർവ്വതത്തെ. ഖുദൂ നിങ്ങൾ എടുത്തുകൊള്ളുവിൻ. മാ ആതൈനാക്കും നിങ്ങൾക്ക് നാം നൽകിയത്. ബിഖുവ്വത്തിൻ ബലമായി. വസ്മഉ കേൾക്കുകയും ചെയ്യുവിൻ. ഖാലു അവർ പറഞ്ഞു സമിഅന ഞങ്ങൾ കേട്ടു. വഅസൈന ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. വഉശ്രിബു അവർക്ക് കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഉശ്രിബു അവർക്ക് കുടിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ. അൽ ഇജ്ല പശുക്കുട്ടിയെ. ബികുഫ്രിഹിം
അവരുടെ അവിശ്വാസം നിമിത്തം. ഖുൽ പറയുക, ബിഅ്സമാ യാതൊന്ന് വളരെ ചീത്തയാണ്, യഅ്മുറുക്കും അതിനെ നിങ്ങളോട് കൽപ്പിക്കുന്നു, യഅ്മുറുക്കും ബിഹി അതിനെ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഈമാനുക്കും നിങ്ങളുടെ വിശ്വാസം, ഇൻ കുന്തും നിങ്ങളാകുന്നുവെങ്കിൽ, മുഅ്മിനീൻ വിശ്വാസികൾ. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور നാം നിങ്ങളുടെ ഉറപ്പ് വാങ്ങുകയും നിങ്ങളുടെ മീതെ നാം തൂർ അഥവാ പർവ്വതം ഉയർത്തുകയും ചെയ്ത സന്ദർഭത്തെ നിങ്ങൾ സ്മരിക്കുക. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഊ നിങ്ങൾക്ക് നാം നൽകിയതിനെ നിങ്ങൾ ബലമായി പിടിക്കുവിൻ, കേൾക്കുകയും അഥവാ മനസ്സിലാക്കുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഖാലൂ സമിഅ്നാ വഅസൈനാ അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം അവരുടെ അവിശ്വാസം നിമിത്തം അവരുടെ ഹൃദയങ്ങളിൽ അവർക്ക് പശുക്കുട്ടി കുടിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഖുൽ പറയുക, ബിഅ്സമാ യഅ്മുറുക്കും ബിഹി ഈമാനുക്കും നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് വളരെ ചീത്തയത്രേ, ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. നമ്മൾ നേരത്തെ 63-ാമത്തെ ആയത്തിൽ ഇതുപോലെയുള്ളൊരു ആയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ ആയത്ത് അവിടെ വഇദ് അഖദ്നാ മീസാഖകും വറഫഅനാ ഫൗഖകും الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون എന്നാണ് ആ ആയത്തിലുള്ളത്. 63-ാമത്തെ ആയത്ത്. ആ സന്ദർഭത്തിൽ ഈ സംഭവം എന്താണ് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ കൂടുതലായി ആ സന്ദർഭത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട്, വിശദീകരിച്ചതുമാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഇത് മുമ്പ് ഒരുപാട് പഠിച്ചതാണ്. ഈ സൂറത്തിൽ എന്താണ് ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പരീക്ഷയിലും ചോദ്യം ഉണ്ടായിരുന്നു. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാതി സുമ്മ ഇത്തഖദ്തുമുൽ ഇജ്ല മിൻ ബഅദിഹി വഅൻതും ളാലിമൂൻ. അതിനെ തുടർന്നുകൊണ്ട് വഇദ് അഖദ്നാ മീസാഖക്കും ഞാൻ നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയിരിക്കുന്നു
വാങ്ങുകയും ചെയ്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അതിനെ മുമ്പ് പറഞ്ഞ ആ സംഭവത്തിലേക്ക് അത്ഫ് ചെയ്തുകൊണ്ടാണ് ഇവിടെ വാവ് വന്നിട്ടുള്ളത് എന്നും, അതല്ല ഇത് മറ്റൊരു കാര്യമായിട്ട് ആദ്യം പറഞ്ഞത് അവസാനിച്ച് രണ്ടാമത് വീണ്ടും മറ്റൊരു കാര്യമാണ് പറയുന്നത് എന്നുള്ള നിലക്ക് അത് ഇസ്തിനാഫിന്റെ വാവാണ് എന്നുള്ള നിലക്കും രണ്ട് രൂപത്തിലും അത് പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള വാവ് ഹർഫ് അത്ഫ് അല്ലെങ്കിൽ ഇസ്തിനാഫ് എന്ന രൂപത്തിലാണ് അത് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇത് എന്നത് നിങ്ങൾക്ക് എന്താ അറിയാം, എന്താണ് ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ളർഫ് സമാനാണ്, മാദി. പലതവണ ഈ സൂറത്തിൽ പലതവണ ആവർത്തിക്കപ്പെട്ടു വന്നതാണ്. ളർഫ് സമാൻ മാദി മബ്നിൻ അല സുകൂൻ ഫി മഹൽ നസ്ബ് മഫ്ഊൽ ബിഹി ലിഫിഅലിൻ മഹ്ദൂഫിൻ തഖ്ദീറുഹു ഉസ്കുർ. അതായത് ഇത് എന്നത് ളർഫ് സമാനാണ്. മാദിയായി ഉപയോഗിക്കപ്പെടുന്ന ളർഫ് സമാനാണ്. അത് സുക്കൂനിൽ മബ്നിയാണ്. ഇത് ദാക്ക് സുക്കൂനാണ്. ഫി മഹൽ നസ്ബ്, അത് നസ്ബിന്റെ സ്ഥാനത്ത് വരുന്നു. ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥം സന്ദർഭം എന്നാണ്. ഇത് എന്ന് പറയുമ്പോൾ സന്ദർഭത്തെ അനുസ്മരിക്കുക എന്നവിടെ അർത്ഥമുണ്ട്. ലിഫിഅലിൻ മഹ്ദൂഫിൻ തഖ്ദീറുഹു ഉദ്കുർ. അവിടെ ഒരു ഫിഅല് ഹദ്ഫ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അതിന്റെ തഖ്ദീർ ഉദ്കുർ എന്നാണ്. നീ സ്മരിക്കുക, ഉദ്കുർ. അപ്പോൾ വദ്കുർ ഇത് എന്നാണ്. അതായത് നിങ്ങൾ ആ സന്ദർഭത്തെ സ്മരിക്കുക. പക്ഷേ ഇവിടെ ഉദ്കുർ എന്ന ആ ഫിഅലിനെ അവിടെ ഹദ്ഫ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഭാഷയിൽ, അറബി ഭാഷയുടെ ശൈലിയാണ്. അല്ലാതെ ഖുർആനിൽ ഈ ഒരു ആയത്തിൽ നിന്ന് ഈ പദം ഹദ്ഫ് ചെയ്ത് ഒഴിവാക്കപ്പെട്ടു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അറബി ഭാഷയുടെ തന്നെ ഒരു ശൈലിയാണ് അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് വഇദ് എന്ന് പറയുമ്പോൾ തന്നെ സന്ദർഭത്തെ അനുസ്മരിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വഇദ് അഖദ്ന എന്ന് പറയുമ്പോൾ നാം എടുത്തു. വഇദ് അഖദ്ന, നാം എടുത്തു അല്ലെങ്കിൽ നാം വാങ്ങി എന്നൊക്കെ പറയുന്നു. അഖദ്ന എന്നത് ഫിഅല് മാദിയാണ്. അതിന്റെ ഫിഅല് മാദിയാണ്. അതിന്റെ സീഗ എന്താണ്? അതിന്റെ സീഗ ജംഅ് മുതകല്ലിമാണ്. അതായത് അഖദ്ന മുതകല്ലിമാണ്, സംസാരിക്കുന്ന ആള്. നാം എടുത്തു, നാം വാങ്ങി. നാം എന്നത് ജംഅാണ്, അതുകൊണ്ടത് ജംഅ് മുതകല്ലിമാണ്. അഖദ്ന ഫിഅല് മാദിയാണ്, മബ്നിയുൻ അല സുക്കൂൻ. സുക്കൂനാണ്. കാരണം എന്താ? കാരണം അഖദ് അതിനോട് നാ ചേർന്ന് വരും. അപ്പൊ ഫിഅലിന്റെ ഒരു അഖദ് എന്നാണ് കാണുന്നത്. അപ്പൊ അഖദ് എന്നിടത്ത് അത് സുക്കൂനാണ്. ആ സുക്കൂന് മബ്നിയാണ്. അഖദ്ന, അപ്പൊ നാ എന്ന ലമീർ അവിടെ ലമീർ മബ്നിയുൻ അല സുക്കൂൻ ഈ മഹല്ല് റഫ്അ് ഫാഇൽ.
വൈദ് അഖദ്ന നാം വാങ്ങിയ സന്ദർഭത്തെ ഓർക്കുക. നാം വാങ്ങിയ സന്ദർഭത്തെ ഓർക്കുക. മീസാഖകും മീസാഖകും എന്ന് പറയുമ്പോൾ മീസാഖ് മീസാഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പായ കരാർ. ഉറപ്പായ കരാർ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മീസാഖക്കും എന്ന് പറയാനുള്ള കാരണം അഖദ്ന എന്ന ഫിഅലിൽ നിന്നുണ്ടാകുന്ന മഫ്ഊല് ബിഹിയാണ്. അതുകൊണ്ടത് മൻസൂബാണ്. അതുകൊണ്ട് മീസാഖ എന്ന് ആയിത്തീരുന്നു. മീസാഖ് ഉറപ്പ്. അതിന്റെ ജംഅ് മവാസീഖ് എന്നാണ്. മവാസീഖ്. അത് വാസഖ എന്ന ഫിഅലാണ് അതിന്റെ അടിസ്ഥാനപരമായ ഫിഅൽ. വാസഖ. അതിൽ നിന്നാണ് മീസാഖ് ഉണ്ടാകുന്നത്. അപ്പോ മീസാഖക്കും നിങ്ങളുടെ കരാർ, നിങ്ങളുടെ ഉറപ്പ്. അത് മീസാഖക്കും എന്ന് പറയുമ്പോൾ അത് കും എന്നത് നിങ്ങളുടെ ഉറപ്പ് എന്ന് പറയുമ്പോൾ മുദാഫ് ഇലൈഹിയാണ്. മീസാഖക്കും മഫ്ഊൽ ബിഹി മൻസൂബാണ്. കും എന്നത് വമീർ. കും എന്ന വമീർ എന്താണ്? വമീർ മബ്നിൻ അല സുക്കൂനാണ്. ഫി മഹല്ല് ജർ മുദാഫ് ഇലൈഹി. വറഫഅന അവിടെ വാവ് അത്ഫിന്റെ വാവാണ്. അതായത് ഏതിലേക്കാണ് അത് അത്ഫ് ചെയ്യപ്പെടുന്നത്? അഖദ്ന എന്നതിലേക്ക്. വറഫഅന വഇദ് അഖദ്ന വറഫഅന നാം എടുക്കുകയും ചെയ്തു, നാം വാങ്ങുകയും നാം ഉയർത്തുകയും ചെയ്തു. നാം വാങ്ങുകയും ഉയർത്തുകയും ചെയ്തു. വാവ് അവിടെ അത്ഫിന്റെ വാവാണ്. റഫഅന എന്ന് പറയുമ്പോൾ റഫഅ നേരത്തെ അഖദ്ന എന്ന് പറയുന്നത് പോലെ തന്നെ റഫഅ അതിൽ നിന്നാണ് റഫഅന. അഖദ അഖദ്ന ജംഅ് മുതകല്ലിമിന്റെ രൂപം തന്നെ. റഫഅന നാം ഉയർത്തി. വറഫഅന നാം ഉയർത്തുകയും ചെയ്തു. വാവ് വരുമ്പോൾ അങ്ങനെ നാം ഉയർത്തുകയും ചെയ്തു. റഫഅന എന്ന് മാത്രം പറയുമ്പോൾ നാം ഉയർത്തി. വറഫഅന നാം ഉയർത്തുകയും ചെയ്തു. അഖദ്ന വഇദ് അഖദ്ന മീസാഖക്കും നാം നിങ്ങളുടെ കരാറിനെ വാങ്ങിയ സന്ദർഭത്തെ, ഉറപ്പിനെ വാങ്ങിയ സന്ദർഭത്തെ ഓർക്കുക. വറഫഅന നാം ഉയർത്തിയതിനെയും. അപ്പോ നാം
ആ വാങ്ങിയ സന്ദർഭത്തെയും സ്മരിക്കുക, നാം ഉയർത്തിയ ആ സന്ദർഭത്തെയും സ്മരിക്കുക. വറഫഅന ഫൗഖകും. റഫഅന എന്നത് ഫിഅ്ൽ മാദിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിഅ്ൽ മാദി മബ്നിയുൻ അല സുകൂൻ. നാ എന്ന ളമീർ നാ എന്ന ളമീർ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ضمير مبني على السكون في محل رفع فاعل. وإذا أخذنا ميثاقكم ورفعنا فوقكم. فوقكم നിങ്ങളുടെ മീതെ. ഫൗഖ എന്ന് പറയുമ്പോൾ വർഫ് മക്കാനാണ്. ഫൗഖ വർഫ് മക്കാൻ മൻസൂബാണ്. വർഫ് മക്കാൻ മൻസൂബ നസ്ബ് ചെയ്യപ്പെട്ട വർഫ് മക്കാനാണ്. ഫൗഖ കും നിങ്ങളുടെ മീതെ. അവിടെ മുദാഫ് ഇലൈഹിയായി മാറുന്നു. കും എന്നത് ളമീർ മബ്നിയാണ്. കും ളമീർ മബ്നിയൻ അല സുകൂനി ഫീ മഹല്ല് ജർ മുദാഫ് ഇലൈഹി. وإذا أخذنا ميثاقكم ورفعنا فوقكم الطور. പർവ്വതത്തെ നാം ഉയർത്തുകയുണ്ടായി. മഫ്ഊൽ ബിഹി മൻസൂബ. ഖുദൂ നിങ്ങൾ എടുത്തുകൊള്ളുവിൻ, പിടിച്ചുകൊള്ളുവിൻ. അഖദ എന്നതിൽ നിന്നുണ്ടാകുന്ന ഫിഅൽ അംറാണ് ഖുദ്. അഖദയുടെ അംറിന്റെ രൂപമാണ് ഖുദ്. അത് ജംആയി വരുമ്പോൾ ഖുദ് എന്ന് പറയുമ്പോൾ നീ എടുക്ക്. അഖദ എടുത്തു, ഖുദ് നീ എടുക്ക്. അഖദൂ അവർ എടുത്തു, ഖുദൂ നിങ്ങൾ അഖദ എന്നതിൽ നിന്ന്, അല്ലെങ്കിൽ മനസ്സിലാക്കി അഖത്ത നീ എടുത്തു. പിന്നെ മാറിപ്പോയിട്ട് ക്ഷമിക്കുക. അതിന്റെ ഫിഅൽ അംറാണ് ഖുദ്. അഖത്ത നീ എടുത്തു, ഖുദ് നീ എടുക്കുക. അഖത്തും നിങ്ങൾ എടുത്തു. അതിന്റെ അംറിന്റെ രൂപമാണ് ഖുദൂ നിങ്ങൾ എടുക്കുക. അഖത്തും ഖുദൂ. അപ്പോ അത് ഫിഅൽ അംർ. ഫിഅൽ അംറിനെ സംബന്ധിച്ച് നമ്മൾ പറയാം ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ എന്നാണ് പറയാം, അല്ലേ? ഖുദൂ അത് ഫിഅൽ മുദാരിയിൽ നിന്നാണ് അത് രൂപപ്പെടുന്നത്. അഖദ യഖുദ്, തഖുദൂന എന്നതിൽ നിന്ന് ഖുദൂ എന്നുണ്ടാകുന്നു, നൂനിനെ ഹദ്ഫ് ചെയ്തുകൊണ്ട്. ഖുദൂ എന്ന് പറയുമ്പോൾ ഫിഅൽ അംർ മബ്നിയുൻ അലാ ഹദ്ഫിൻ നൂൻ. ഖുദൂ അതിലുള്ള വാവുൽ ജമാഅത്ത് ളമീർ മബ്നിയുൻ അലാ സുകൂൻ ഫീ മഹല്ലി റഫ്ഇ ഫാഇൽ. ഖുദൂ മാ ആതൈനാകും. ഖുദൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എടുക്കുക. മാ ആതൈനാകും. മാ എന്ന് പറയുമ്പോൾ ഇസ്മ മൗസൂൽ മബ്നിയുൻ അലാ സുകൂൻ ഫീ മഹല്ല് നസ്ബ് മഫ്ഊൽ ബിഹി. മാ നിങ്ങൾ എടുക്കുക. മാ യാതൊന്നിനെ എന്ന് പറയുമ്പോൾ മഫ്ഊൽ ബിഹിയായി. അതുകൊണ്ട് മാ എന്നത് മഫ്ഊൽ ബിഹിയാണ്. മാ എന്നത് മഫ്ഊൽ ബിഹിയാണ്. മാ ആതൈനാകും ബിഹി. മാ ആതൈനാകും
നാം നിങ്ങൾക്ക് നൽകിയത്. ആതൈനാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിനെ. ഫിഅൽ മാദി തന്നെ മബ്നിൻ അലാ സുക്കൂൻ. ആതൈന, ആതൈന എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മാദിയാണ്, മബ്നിൻ അലാ സുക്കൂൻ എന്നാണ്. ആതൈന. പിന്നെ ആതൈനാക്കും, നാ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ളമീറാണ്, മബ്നിൻ അലാ സുക്കൂൻ ഫി മഹല്ലി റഫ്ഉ ഫാഇൽ. ആതൈനാക്കും, ആതൈനാക്കും എന്ന് പറയുമ്പോൾ ളമീർ മബ്നിൻ അലാ സുക്കൂൻ ഫി മഹല്ലി നസ്ബ് മഫ്ഊൽ ബിഹി. ഇൻഷാ അല്ലാഹ് കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരിയായ രൂപത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന, അതിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദമാമിലെ നമ്മുടെ സഹോദരൻ, അവിടുത്തെ ദമാം ഇസ്ലാഹി സെന്ററിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ നമ്മുടെ മുഹ്സിൻ ഒളവണ്ണയുടെ നമ്മുടെ റൂമിൽ അബു മിയാസ് എന്ന ഐഡിയിൽ സാധാരണ ഉണ്ടാവാറുള്ള അദ്ദേഹത്തിന്റെ പിതാവ് ദമാമിൽ വെച്ച് തന്നെ, മാതാവ് ദമാമിൽ വെച്ച് ഇന്ന് പുലർച്ചെ മരണപ്പെടുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അക്കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉൾപ്പെടുത്തണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുകയാണ്. അതോടൊപ്പം ആ കുടുംബത്തിന് ക്ഷമയും സ്ഥൈര്യവും നൽകുന്നതിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതോടൊപ്പം സാധിക്കുന്നവർ അവരെ വിളിച്ച് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.